തുറന്ന് കാണിച്ചു. എല്ലാരും മെസ്സേജ് അയക്കുന്നുണ്ട്, ഒന്ന് കാണിക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാനായിട്ട് തന്നെ കാണിച്ചു. എന്തോന്ന് ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ആഗ്രഹമില്ലേ? എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ശൃംഗാരം. ചെയ്യൂ. എനിക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല. ജോലിക്ക് പോകാൻ താല്പര്യമില്ല. എന്താ ചെയ്യണേ നീനു? ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണം, വേറെ ജോലിയൊന്നുമില്ല. തൊഴിലുറപ്പിന് പോലും പോകത്തില്ല. തൊഴിലുറപ്പിന് പോകാനുള്ള പ്രായമായ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ കല്യാണം കഴിച്ചത്. സീരിയസ്ലി? തൊഴിൽ ആവശ്യമുണ്ടേ പോയാ പോരെ? ആ ശരിയാണ്. ഇനിയൊരു 2-3 കൊല്ലം കൂടിയേ തൊഴിലുറപ്പിൽ നിൽക്കാൻ പറ്റൂ ഈ പ്രായം വെച്ചിട്ട്. അതെ, അടുത്ത പിന്നെ പെൻഷനാ. ഞാൻ എന്നെ തൊട്ട് ഇവനെ ഞാൻ ജോലിക്ക് വിടത്തില്ല. അപ്പൊ എങ്ങനെ ജീവിക്കും? ജോലിക്കായിരിക്കും താല്പര്യം, ജോലിക്ക് എന്തേ പട്ടി പോവും. അത് ഇവൻ പറഞ്ഞ സ്നേഹം കൊണ്ട് ജീവിക്കണം. ആദ്യം പണ്ട് സ്നേഹം കൊണ്ട് ജീവിക്കണം. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഇവനെങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? ഫുഡ് കഴിക്കണ്ടേ? ഇവൻ വീട്ടിൽ ഇരുന്ന് ഇവൻ വീട്ടിലെ ജോലി മൊത്തം ചെയ്യും. ഞാനാണെങ്കിൽ ഞാനും ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പണിക്ക് വിടാത്തത്. അമ്പടി വീരാ. കുഴപ്പമില്ലായിരുന്നു അല്ലേ? എത്ര നേരമായി ഞാൻ വിളിക്കണു? ആരുമായിട്ട് സംസാരിക്കണോ? ഞാൻ പലരുമായിട്ട് സംസാരിച്ചു. എനിക്കെന്താണ്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. എപ്പോഴും കൂടെ വേണമെന്നുള്ള പ്ലാനുകളായിരിക്കും. ജോലി കളഞ്ഞാലെന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തെ ഈ നക്കിത്തീറ്റ കണ്ട് പല ദിവസത്തെ മുക്കിത്തീറ്റക്കുള്ള ജോലി ഇല്ലാണ്ടാക്കല്ലേ മോനെ. അങ്ങനൊന്നുമില്ല, ഇവൻ പോണുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല, അവനെ വിടുന്നില്ലല്ലോ. അത് എനിക്ക് അവൻ പോകുമ്പോ എനിക്ക് കരച്ചിൽ വരും. പിന്നെ ഇത്രയേ ഉള്ളൂ. പെണ്ണുങ്ങളുടെ പൂങ്കണ്ണീര് കണ്ട് വീഴാത്തവനാ ശരിക്കുള്ള ആണ്. നീയൊക്കെ വെറും പെങ്കോന്തൻ. പിന്നെ 6:30 വരാന്ന് പറയും, പക്ഷെ 6:30 വരത്തില്ല. ഗവൺമെന്റ് ജോലിക്കല്ലല്ലോ പോകുന്നേ. 8:30 വരുന്നത്. ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. സത്യം പറയണ ഒരു ടൈം 9 മണി. ആദ്യം പണ്ട് സ്നേഹം കൊണ്ട് ജീവിക്കും. പണ്ട് പ്രേമിക്കുന്ന സമയത്ത് പലതും പല ആൾക്കാരും പറയുന്നത് ഇല്ലേ? എന്തെന്ത് മോഹങ്ങളായിരുന്നു, എത്ര കിനാക്കളായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, കല്യാണത്തിന് മുന്നേ ശേഷമുള്ള വ്യത്യാസം. അതൊക്കെ തല്ലി കൊഴിച്ചിട്ട് എങ്ങനെ എത്ര കണ്ണി ചോരില്ലാണ്ടായി പോയി മഹേട്ടന്? സ്നേഹത്തോടുള്ളൊരു നോട്ടം, ഓടി കഴിച്ചോ എന്നൊരു ചോദ്യം, അതൊക്കെ ആഗ്രഹിക്കണ്ടാവില്ലേ ബാമച്ചി?